രാജ്യത്ത് തന്നെ ഗൂഢാലോചനകൾ നടക്കുന്നു. അതിർത്തിക്കപ്പുറത്തു നിന്ന് അതിന് സഹായങ്ങൾ ലഭ്യമാകുന്നു. അയൽക്കാരുടെ പെരുമാറ്റം വളരെ ശത്രുതയോടെയാണ്. എന്നാൽ അവർക്ക് യുദ്ധം ചെയ്യാനുള്ള ശേഷിയില്ല. രാജ്യത്തിന് അകത്തുനിന്ന് നിരവധി ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. പുറത്തുനിന്നും അതിന് പിന്തുണയും ലഭ്യമാകുന്നു. ഭീകരതയുടെ ഭയാനകമായ ചിത്രങ്ങളാണ് പുറത്തു വരുന്നത്. ഇത്തരം ബുദ്ധിമുട്ടേറിയ സന്ദർഭങ്ങളിൽ രാജ്യത്തിനും സ്ഥാപനങ്ങൾക്കും സുരക്ഷ ഏർപ്പെടുത്തുന്നത് വെല്ലുവിളികൾ നിറഞ്ഞ കാര്യമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. രാജ്യത്തെ VIP സംസ്കാരം ചിലപ്പോഴെല്ലാം സുരക്ഷാ സംവിധാനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. സർക്കാരിന് പല സമയങ്ങളിലും ശക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു. ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നത് വളരെ എളുപ്പമാണ്. എന്നാൽ ദിവസേന ലക്ഷക്കണക്കിന് ജനങ്ങളെത്തുന്ന ഒരു സ്ഥാപനത്തെ സംരക്ഷിക്കുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്നും CISFനെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ എക്കാലവും എല്ലാം സഹിച്ചിരിക്കാനാകില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുന്നു. അനന്തകാലം വരെ ഞങ്ങൾക്ക് എല്ലാം സഹിച്ചുകൊണ്ട് തുടരാൻ സാധിക്കില്ല. അയൽക്കാരിൽ നിന്ന് തന്നെ ശത്രുതയുണ്ടാകുമ്പോൾ CISF പോലുള്ള സേനകളുടെ സേവനം വളരെ പ്രധാനപ്പെട്ടതാണെന്നും പ്രധാനമന്ത്രി പറയുന്നു. ഗാന്ധിയാബാദിൽ CSFന്റെ 50ാമത് റൈസിംഗ് പരിപാടികളിൽ മുഖ്യാതിഥി പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.